Welcome to the session on how to make a sentence in past continuous tense. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെന്റൻസ് കൺസ്ട്രക്ഷന്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് S equal to SVO. That is sentence is equal to subject plus verb plus object. ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റും എന്ന് പറയുന്നതും നൗൺസ് തന്നെയാണ്, നെയിമിംഗ് വേർഡ്സ്. അതൊരു സാധനത്തിന്റെയോ ഒരാളുടെയോ ഒരു പ്ലേസിന്റെയോ നെയിം ആവാം. ഫോർ എക്സാമ്പിൾ രാജു, എറണാകുളം, ഇംഗ്ലീഷ്, എഗ്, പെൻസിൽ, ക്യാറ്റ്. ഇതെല്ലാം തന്നെ സബ്ജക്റ്റിനും ഓബ്ജക്റ്റിനും എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ എന്താണ് ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്ന നൗൺസിനെ സബ്ജക്റ്റ് എന്നും ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് വരുന്ന നൗൺസിനെ ഓബ്ജക്റ്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, അതാണ് അതിന്റെ സബ്ജക്റ്റും ഓബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് ആണ്, ഡൂയിങ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഉറങ്ങും, നമ്മൾ നടക്കും, നമ്മൾ കാണും, നമ്മൾ പെയിന്റ് ചെയ്യും, നമ്മൾ സ്റ്റിച്ച് ചെയ്യും, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇത് ഓരോ ടെൻസ് അനുസരിച്ച് വേർബിന്റെ ഫോമിന് ചെറിയൊരു മാറ്റം ഉണ്ടാവാറുണ്ട്. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും സെന്റൻസ് തനിയെ തന്നെ ഉണ്ടാക്കും. നമ്മൾ ടെൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ടെൻസ് 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കാറ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസിനും 4 വേരിയൻസ് ഉണ്ട്. അതിൽ പ്രസന്റ് ടെൻസിന്റെ വേരിയൻസിനെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ പ്രസന്റ് നമ്മൾ പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസും പഠിച്ചു. പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു. ഇന്ന് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റും ഓബ്ജക്റ്റിനും ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. എവിടെയാണ് ചേഞ്ച് വരുന്നത്? വേർബിന്റെ ഫോമിലാണ് ചേഞ്ച് വരേണ്ടത്. എന്താണ് വേർബിന് വരുന്ന ചേഞ്ച്? വാസ് ഓർ വെയർ പ്ലസ് verb plus ing. ഈ ഫോമിലായിരിക്കണം ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസിന്റെ വേർബ്. ഓക്കെ, വാസ് ഓർ വെയർ പ്ലസ് verb plus ing. ഈ വാസും വെയറും എങ്ങനെ സെലക്ട് ചെയ്യും? സിംഗുലർ സബ്ജക്റ്റ്, ഏകവചനമാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ വാസ് യൂസ് ചെയ്യും. പ്ലൂറൽ ആണ്, ബഹുവചനമാണ് സബ്ജക്റ്റ് എങ്കിൽ വെയർ യൂസ് ചെയ്യണം. പിന്നെ വേർബിന്റെ കൂടെ ing കൂടെ ആഡ് ചെയ്യണം. കണ്ടിന്യൂസ്, ഏതൊരു ടെൻസിന്റെ കൂടെ കണ്ടിന്യൂസ് എന്നൊരു വേർഡ് ഉണ്ടെങ്കിലും മനസ്സിൽ അപ്പൊ തന്നെ ഓർത്തോണം ഇതിൽ ഈ വേർബിൽ എവിടെയെങ്കിലും ഒരു ing ഉണ്ടാവുമെന്ന്. ഓക്കെ, ഇനി നോക്കിക്കേ, രാജ്, ടീച്ച്, ഇംഗ്ലീഷ്. ഇവിടെ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വേർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനും ഒബ്ജക്റ്റിനും ഒന്നും ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല, രാജ് എന്ന് എഴുതുക. അത് കഴിഞ്ഞ് ടീച്ച് ആണ് നമ്മുടെ വേർബ്. വേർബ് എങ്ങനെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് ആക്കാം? ഈ വാസ് ഓർ വെയർ പ്ലസ് verb പ്ലസ് ing എന്ന ഫോമിലോട്ട് ആക്കുക. എങ്ങനെയാണ്? രാജ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. രാജിന്റെ കൂടെ വാസ് വരുമോ, വെയർ വരുമോ? രാജിന്റെ കൂടെ വാസേ വരത്തുള്ളൂ. പിന്നെ ബാക്കി എന്ത് വേണം? ഈ വേർബിന്റെ കൂടെ ing വേണം. അപ്പൊ ടീച്ചിങ്, ടീച്ചിന്റെ കൂടെ ing ആകുമ്പോ ടീച്ചിങ്. അപ്പൊ രാജ് വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് ഒരു സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉണ്ടാക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ, ടീച്ചേഴ്സ് ടീച്ച് ഇംഗ്ലീഷ്. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, നമുക്ക് ഓബ്ജക്റ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ സബ്ജക്റ്റിന് ചേഞ്ച് ഒന്നും വേണ്ട, ടീച്ചേഴ്സ് എടുത്തെഴുതുക. ഇനി നമുക്ക് ചേഞ്ച് വേണ്ടത് എവിടെയാണ്? വേർബിലാണ്. ഇവിടെ തന്നിരിക്കുന്ന വേർബ് ടീച്ച് ആണ്. വാസ് വേണം, വെയർ അല്ലെങ്കിൽ വെയർ വേണം, വേർബ് വേണം, ing വേണം. അപ്പൊ ടീച്ചേഴ്സിന്റെ കൂടെ വാസ് വരുമോ, വെയർ വരുമോ? ടീച്ചേഴ്സ് കുറെ പേരുണ്ട്, അപ്പൊ നമ്മൾ വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് വെയർ, പിന്നെ ടീച്ചിന്റെ കൂടെ ing, ടീച്ചിങ് ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് വെയർ ടീച്ചിങ് ഇംഗ്ലീഷ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്.
സ്റ്റുഡൻസിൻ്റെ കൂടെ വാസ് വരുമോ വേർ വരുമോ? സ്റ്റുഡൻസിൻ്റെ കൂടെ വേറെ വരത്തുള്ളൂ. Were learning English. Students were learning English. Now one more example. We play cricket. We എന്താണ്? കുറേ വരാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ where? We were playing cricket. Now you drink water. You were drinking water. Okay. ഇനി ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക് യു.